എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫീസിന് മുന്നിൽ നമ്പി രാജേഷിൻ്റെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തുന്നു. നമ്പി രാജേഷിൻ്റെ ഭാര്യയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പ്രതിഷേധവും സമരവും മൂലം അവിടത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയാതെ പോയി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായത്. ഇപ്പോൾ അവർ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫീസിന് മുന്നിൽ ഈ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എ വി ജയശങ്കർ എയർപോർട്ടിൽ നിന്നും തത്സമയം ചേരുന്നു. എ വി ജയശങ്കർ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ബന്ധുക്കൾ മൃതദേഹം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ വെച്ച് നിലവിൽ പ്രതിഷേധിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച ഈ മരണം എന്ന് പറയുന്നത് ഒരു വൈകാരിക സംഭവമായിരുന്നു. കാരണം അവസാന നിമിഷം ഒരു നോക്കുപോലും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ കാണാനാകാത്ത ഒരു വിഷമം അമൃത ഉൾപ്പെടെ നമ്മോട് സംസാരിച്ച ഘട്ടത്തിൽ പങ്കുവച്ചതാണ്. അത്തരത്തിൽ ഒരു സമരം മൂലം, ഒരു സമരത്തിൻ്റെ ഇരയാണ് ഈ മരണപ്പെട്ട രാജേഷ്. അത്തരത്തിൽ ബന്ധുക്കൾക്ക് അവസാന നോക്ക് പോലും കാണാൻ സാധിച്ചില്ല. അതിലൊരു പ്രതിഷേധമാണ് ഇവർ രേഖപ്പെടുത്തുന്നത്. ഈ പ്രതിഷേധം അല്പസമയം തുടരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രതീകാത്മകമായി പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം മൃതദേഹവുമായി കരമനയിലെ വീട്ടിലേക്ക് പോകും. വീട്ടിലുൾപ്പെടെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഉച്ചയോടുകൂടി ശാന്തി കവാടത്തിൽ സംസ്കാരം നടത്താനാണ് നിലവിൽ കുടുംബത്തിൻ്റെ തീരുമാനം. എന്തായാലും നിലവിൽ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുകയാണ്. തികച്ചും സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ നടത്തുന്നത്. മൃതദേഹം ആംബുലൻസിൽ നിന്നിറക്കി ഓഫീസിന് മുന്നിൽ ഇവർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവർ സമാധാനപരമായി പ്രതീകാത്മക പ്രതിഷേധമാണ് നടത്തുന്നത്. കാരണം ഒരു നീതി നിഷേധമുണ്ടായി. ബുക്ക് ചെയ്ത 2 ദിവസവും യാത്ര ചെയ്യാൻ സാധിച്ചില്ല. 7-ാം തീയതി ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അന്ന് ടിക്കറ്റ് ക്യാൻസലാവുന്നു. പിന്നീട് എയർ ഇന്ത്യ തന്നെ ഇടപെട്ട് ടിക്കറ്റ് നൽകുന്നു. 8-ാം തീയതി വീണ്ടും യാത്രയ്ക്ക് എത്തിയപ്പോഴും സമാനമായ രീതിയിൽ ടിക്കറ്റ് റദ്ദാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ രാജേഷിന് അവസാനമായി ഒരു നോക്ക് കാണണമെന്ന അമൃതയുടെ ആഗ്രഹം നടക്കാതെ പോകുന്നു. ഇവരെ സംബന്ധിച്ച് വലിയ ഒരു വിഷമമാണ് ഉണ്ടാക്കിയത്. ഇവർ നമ്മോടൊപ്പം എല്ലാം സംസാരിച്ചൊരു ഘട്ടത്തിൽ ഇത് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പ്രതിഷേധമാണ് ബന്ധുക്കൾ നിലവിൽ ഇവിടെ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ നടത്തുന്നു. എന്തായാലും ബന്ധുക്കളുടെ ഉൾപ്പെടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം. എസ്കേൻ, എന്തായാലും ഇവരുടെ പ്രതിഷേധം തുടരുകയാണ്. മൃതദേഹം എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ബന്ധുക്കൾ നിലവിൽ പ്രതിഷേധിക്കുന്നത്. തികച്ചും സമാധാനപരമായ പ്രതിഷേധമാണ്. മറ്റ് ഇതിലേക്കൊന്നും കടക്കില്ല എന്ന് ബന്ധുക്കൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഒരു പ്രതിഷേധം എയർ ഇന്ത്യ അറിയിക്കുക, തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള ഇത് അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ഇത്തരമൊരു പ്രതിഷേധം നടത്തുന്നത്. അല്പസമയം പ്രതിഷേധിച്ച ശേഷം മൃതദേഹവുമായി കരമനയിലെ വീട്ടിലേക്ക് പോകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കളുടെ ഉൾപ്പെടെ പ്രതികരണം നമുക്ക് ലഭ്യമാകും. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. സമാധാനപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് തുടരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേർന്നത്. മസ്കറ്റിൽ നിന്ന് മൃതദേഹം ഇന്ന് വെളുപ്പിനെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ചത്. നമ്പി രാജേഷിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റും മസ്കറ്റിലേക്ക് യാത്ര തിരിച്ചെങ്കിലും ഈ ജീവനക്കാരുടെ സമരം മൂലം ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് തന്നെ യാത്ര മുടങ്ങുകയും ചെയ്തു. അതിൻ്റെ പ്രതിഷേധമാണ് നടന്നത്. എന്തായാലും സംസ്കാരം ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടക്കും. എ വി ജയശങ്കറാണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.